ചാനൽ. ഇന്ന് ഞാൻ പാൽ ബോളിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: മൈദ, പണ്ട് നമ്മൾ അമേരിക്കൻ മാവെന്നായിരുന്നു പറഞ്ഞിരുന്നത്. മൈദ, ഉപ്പ്, വെള്ളം, അത് കൂട്ടി കുഴയ്ക്കണം. കുഴച്ചിട്ട് നമ്മൾ ചെറിയതായിട്ട് പരത്തിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്, തിളപ്പിച്ച പാല്. അതിൽ കുറച്ച് പഞ്ചസാരയും കൂട്ടി ഇളക്കി വയ്ക്കുക. കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ കോൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ ഈ പരത്തി കാണിച്ചു തരാം. നമ്മൾ വറക്കുന്ന സാധനങ്ങൾ പരത്തുമ്പോൾ എപ്പോഴും എണ്ണ ഈ ടേബിൾ ടോപ്പിൽ തേച്ചിട്ട് പരത്തുവാണെങ്കിൽ നമ്മൾ വറക്കുമ്പോൾ അതിൽ അടിയിലധികം പൊടി അടിയുകയില്ല. അപ്പോൾ ഞാനിപ്പോൾ എണ്ണയാണ് തേച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കാം വറക്കാനായിട്ട്. അത് താല്പര്യമില്ലെങ്കിൽ ഓയിൽ, ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഷേപ്പ് പെർഫെക്ഷൻ ആവശ്യമുള്ളവർക്ക് അതൊന്ന് എന്തെങ്കിലും കൊണ്ടൊന്ന് വട്ടം എടുക്കാം, വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇല്ല എന്തായാലും കുഴപ്പമില്ലെന്നുള്ളവർക്ക് മുറിക്കാണ്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാൽ ബോളികൾ വറക്കാൻ പോവുകയാണ്. എണ്ണ ഒന്നും കൂടെ ചൂടാവാനായിട്ടുണ്ട്. അപ്പോൾ ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ബോളികൾ എണ്ണയിലേക്ക് ഇടുന്നു. ചില ബോളുകൾ വീർത്ത് വരും, ചിലതങ്ങനെ വീർത്ത് വരില്ല. അപ്പോൾ മൊരിയുന്നത് വരെ വറുക്കുക. ഇത് വറുത്ത് കഴിയുമ്പോൾ മൊരിഞ്ഞത് കാണുമ്പോൾ നമ്മൾ ഈ ബോളുകൾ മുമ്പ് പഞ്ചസാര തിളപ്പിച്ച പാലിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇടുന്നു. അപ്പോൾ അതിൽ കിടന്നിട്ട് ആ പാലിലത് സോക്കാകുന്നു. എന്നിട്ട് ഈ ബോളിയും പാലും പഞ്ചസാരയും കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. ഇപ്പം ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഒരു പാട്ട് പഠിപ്പിക്കാനൊരു ബ്രാഹ്മൺ സ്ത്രീ വരുമായിരുന്നു. അവർ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണിത്. കുറേ നാളായിട്ട് ഇതൊന്നും ചെയ്യാറില്ല. പിന്നെ ഇപ്പോഴാണൊന്ന് ചെയ്യാനായിട്ട് അവസരമായത്. അപ്പോൾ ഇത് സോഫ്റ്റായിട്ടുണ്ട്. തിരിച്ചും മറിച്ചും കൂടെ ഒന്നിടാം. ഒന്ന് കുതിരണം, എന്നിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് മനോരമമായിട്ട് സോക്കായി കഴിയുമ്പോൾ എടുത്ത് വയ്ക്കാം. എന്നിട്ട് വേറെ ഒന്നും കൂട്ടണ്ട. നമുക്ക് ഇതിൽ ഇങ്ങനെ തന്നെ തിന്നാനായിട്ട് സാധിക്കും. ഒന്നും കൂടെ സോക്കായാലും കുഴപ്പമില്ല. കുറച്ച് നേരം കൂടി കടന്നോട്ടെ, എന്നാലേ അതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് കുറയുകയുള്ളൂ. അപ്പോൾ ഇതാണ് പാൽ ബോളി. അപ്പം ഇതിൽ കിടന്നൊന്ന് തളർന്ന പോലെയാവും. ഒരെണ്ണം കൂടെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതും കൂടെ ഇട്ടേക്കാം. അതും അതിൽ കിടന്ന് കുതിരട്ടെ. ഇതാണ് നമ്മുടെ പാൽ ബോളി. നമ്മൾ വറുത്തിരുന്നെങ്കിലും അതിലിരുന്ന് സോക്കാകുമ്പോൾ എങ്ങനെ ഇരിക്കും. എന്നിട്ടത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
ഒത്തിരി കാലങ്ങളായിട്ട് ശേഷമാണ് ഞാൻ തിന്നുന്നത്. അപ്പോൾ നന്നായിട്ടുണ്ട്. മധുരം ആവശ്യമുള്ളവർ കൂടുതലിടണമെങ്കിൽ ഇടാം, കുറച്ച് മതി. ഇനി മധുരം ആവശ്യമില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.